അമേരിക്കൻ കാഴ്ചകൾ എന്ന ഈ പുതിയ പങ്ക്തിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും നടക്കുന്ന രാഷ്ട്രീയവും മതപരവും സാമൂഹികവും സാംസ്കാരികവുമായ വിഷയങ്ങളെ ബൈബിൾ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ആദ്യമായി നമ്മുടെ പരിഗണനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചിന്തയ്ക്ക് വേണ്ടി വരുന്നതായ വിഷയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപും തമ്മിൽ 2025 ഫെബ്രുവരി മാസം 4-ാം തീയതി വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ്. അതിനെ തുടർന്ന് നടത്തിയ പത്രസമ്മേളനവും പത്രക്കാരുടെ ചോദ്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഇൻ്റർവ്യൂ ലോകമെമ്പാടും ശ്രദ്ധ നേടുകയാണ്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ ഭൂരിപക്ഷം അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്തയാണെങ്കിലും ലോകമെമ്പാടും ശക്തമായ എതിർപ്പാണ് ഈ പ്രസ്താവനയിൽ കൂടെ സംഭവിച്ചിരിക്കുന്നത്. പ്രസ്താവന ഇതാണ്: അമേരിക്ക ഗാസയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. പ്രധാനമായും അതിൻ്റെ പുനർനിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായി ചർച്ചകൾ നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അത് കഴിയുകയില്ല? എന്തുകൊണ്ട് അമേരിക്ക അതിൽ നിന്നും അകറ്റി നിർത്തണം? അമേരിക്കയ്ക്ക് റീബിൽഡ് ചെയ്തതായ ഒരു ചരിത്രമുള്ള ഒരു രാഷ്ട്രമാണ്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നുപോയ ജപ്പാനെ പുനർനിർമ്മിച്ചത് അമേരിക്കയാണ്. സൗത്ത് കൊറിയയെ പുനർനിർമ്മിച്ചത് അമേരിക്കയാണ്. ഗൾഫിലുള്ള രാഷ്ട്രങ്ങളെ നോക്കുക. നമുക്കറിയാം, ബ്രിട്ടൻ അവരുടെ ഉദ്ദേശം രാജ്യങ്ങളെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അമേരിക്കയുടെ പോളിസി കുറച്ചും കൂടെ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു തരുന്നു, ഞങ്ങൾ പുതിയ ടെക്നോളജി തരുന്നു, അഡ്വാൻസ്മെൻറ്റ് തരുന്നു, അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണം. അത് നല്ല ഒരു പങ്ക് അവർ ചോദിച്ച് ഏത് നിലയിലും വാങ്ങുവാനും അവർ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഗാസയെ അമേരിക്കയെ ഏൽപ്പിച്ചാൽ എന്താണ് കുഴപ്പം? ഗാസയിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പലസ്തീൻകാർ ലോകമെമ്പാടും പോകാൻ വേണ്ടി UN ഉൾപ്പെടെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളൊക്കെ സംബന്ധിച്ച് അവരെയൊക്കെ അഭയാർത്ഥികളായി കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ രാഷ്ട്രം ഈ ഒരു പ്രദേശത്തെ പുനർനിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അമേരിക്കയെ ഏൽപ്പിച്ചാൽ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റിയൽറ്റേഴ്സിൽ ഒരാളായിരിക്കുന്ന ട്രംപ് അത് ഭംഗിയായി ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ട്രംപ് പറഞ്ഞത് അദ്ദേഹം ഈ പ്രദേശത്തെ ഗാസയെ റിവേറ ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം റിവേറ എന്ന് പറയുന്നതായ പദം പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നത് ഫ്രാൻസിലെ കാനും ഇറ്റലിയുടെ ലാ സ്പാറ്റ്സിയയുടെയും ഇടയിൽ കിടക്കുന്നതായ മനോഹരമായ ഒരു കടൽ തീരമാണ്. അതിസുന്ദരമായ ഒരു ഭൂമിക ആണ്. ലോകമെമ്പാടുള്ള ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അതുപോലെ ലോകത്തിലെ ഏറ്റവും വേൾഡ് ക്ലാസ് വീടുകളും ഫെസിലിറ്റികളും ഇൻഫ്രാസ്ട്രക്ചറുകളും കാര്യങ്ങളും പണിത് കൊടുത്ത് ഇതിനെ സുന്ദരമാക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. അതിനകത്ത് എന്താണ് സംശയിക്കാനുള്ളത്? ട്രംപ് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം അദ്ദേഹം ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ ഒരു കാര്യം നേരത്തെ 1-ാമത്തെ ടേമിൽ അദ്ദേഹം ജെറുസലേമിനെ ക്യാപിറ്റലായി, ഇസ്രായേലിനെ ക്യാപിറ്റലായി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ എംബസി അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ സെനറ്ററായിരുന്നതായ ടെഡ് ക്രൂസ് വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ വന്ന് സംബന്ധിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസറി ബോർഡിനകത്തുള്ള 13 പേരിൽ ഏതാണ്ട് 3 പേരൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു ലോകം മുഴുവൻ കത്തും, ലോകം മുഴുവൻ തകരപ്പെടും, പ്രശ്നമാണ്, വിഷയമാണ്, ഇതിനുവേണ്ടി ഒരുമ്പെടരുത്. പക്ഷേ അടുത്ത ദിവസം കേൾക്കുന്ന അദ്ദേഹം അതിനുള്ള പണി ആരംഭിച്ചു. പക്ഷേ വേറൊരു കാര്യം, ട്രംപ് ഒരു ബുദ്ധിമാനാണ്, ഒരു തന്ത്രശാലിയാണ്, ഒരു സൂത്രശാലിയും കൂടെയാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിനകത്ത് വാർത്താമാധ്യമങ്ങളെയും ബാക്കി എല്ലാ ശ്രദ്ധകളും അതിലേക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം മറ്റൊരു പണി അദ്ദേഹം ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഈ ടാരിഫിൻ്റെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതായ സമയത്ത് വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധകൾ അങ്ങോട്ട് തിരിച്ചതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ട് തുടങ്ങിവെച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അദ്ദേഹം നടത്താൻ പറ്റുമോ? അദ്ദേഹം നടക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയുള്ളൂ. ഒബാമ ആണവ കരാർ ഇറാനുമായി ചെയ്തതായ കരാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വിഡ്ഢിത്തരമാണ് കാണിച്ചത്. താൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ ആദ്യം അതിൽ മാറുമെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി. നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഒരു കാര്യം പറയുന്നത് വെറുതെ പറയുകയല്ല. അതൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരൻ ലാഭം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ്. ഒരു ഭരണാധികാരികൾക്കും അപ്പുറമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വ്യക്തതയുണ്ട്. അത് അദ്ദേഹം നടപ്പാക്കുകയും ചെയ്യും.
നമുക്കിതിലേക്ക് ഈ ചർച്ചയിലേക്ക് വരാം. ഇവിടെ വരുന്ന സമയത്ത് നെതന്യാഹു വന്ന കാര്യം അവിടെയുള്ള ഒരു പീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നെതന്യാഹു തന്നെ ആദ്യം പ്രത്യേകിച്ച് നന്ദി പറയുന്ന സമയത്ത് നെതന്യാഹു ആ വിഷയം പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി അമേരിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്ത്, വൈറ്റ് ഹൗസിലെ ഏറ്റവും നല്ല സുഹൃത്ത് ട്രംപാണെന്നും അതുപോലെ തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന പല സാങ്ഷനുകളും പല കാര്യങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായെന്നും ആയുധങ്ങൾ ലഭ്യമായെന്നും $1 ബില്യൺ വരുന്ന ആയുധങ്ങൾ ഉടൻ തന്നെ അദ്ദേഹം റിലീസ് ചെയ്ത കാര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ട്രംപ് ഈ ഒരു പ്രദേശത്ത് ഈ നിലകളിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞ ഇങ്ങനെയാണ്: ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, അതിനപ്പുറത്തെ ലെവലിലേക്കാണ് ട്രംപ് പോകുന്നതെന്നുള്ളതായ കാര്യം. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് പ്രശ്നം, ഇതെന്താണ് വിഷയം ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ജെറുസലേമിൻ്റെ കാര്യം ഉദാഹരണമാണ്. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ കത്തുകയും മറ്റേതവണ മറിച്ചതാണ്. പക്ഷേ ട്രംപ് ആദ്യം ചെയ്ത കാര്യം അമേരിക്കൻ ഇതിലേക്ക് വരുന്ന ടെററിസ്റ്റ് വരുന്നതായ ഫണ്ടുകളെ അദ്ദേഹം കംപ്ലീറ്റ് കട്ട് ചെയ്തു. ഇപ്രാവശ്യവും ഇവരെല്ലാം ഇങ്ങനെ കിടന്ന് ഈ നകളിക്കുന്നതിൻ്റെ പ്രശ്നം ഫണ്ടാണ്. അന്നേരം ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിൽക്കുകയും അത് മാത്രമല്ല ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട് 75 വർഷത്തിലധികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങളിൽ അവർക്കൊരു മോചനം ആവശ്യമാണ്. നമ്മൾ ഗാസയുടെ ചരിത്രം പഴയവർക്ക് പോയി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. യോം കിപ്പൂർ വാർ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആർക്കും ഗാസയെ വേണ്ടായിരുന്നു. ഈജിപ്തിനോട് ചോദിച്ചു നിങ്ങളെടുക്കുക, അവർക്ക് വേണ്ട. ജോർഡാനോട് ചോദിച്ചു, അവർക്ക് വേണ്ട. അവസാനം ഇസ്രായേൽ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു കുഞ്ഞിനെ എടുത്ത് വളർത്തിയെടുക്കുന്നത് പോലെ അതിനെ അവരെ പരിപാലിച്ചു ഏറ്റവും സുന്ദരമായൊരു പ്രദേശമാക്കി മാറ്റി. എന്നാൽ പിന്നീട് നടന്നായ ചർച്ചയുടെയും മറ്റും ഫലമായി ഏരിയൻ ഷാരോൺ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഗാസയെ വിട്ടുകൊടുത്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ അതിനുശേഷം നടന്നായ രക്തച്ചൊരിച്ചിലുകൾ, അതിനുശേഷം നടന്നായ പ്രശ്നങ്ങളും ഒക്ടോബർ 2024 23 ഒക്ടോബർ 7 വരെ നടന്നായ സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിവുള്ളതാണ്. അന്നേരം ഈ മണ്ടത്തരം തിരുത്താൻ വേണ്ടിയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തിന് മേൽ ട്രംപ് ചിന്തിച്ചിരിക്കുന്ന കാര്യം നടപ്പാക്കും. പല കാര്യങ്ങൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ സമ്മേളനത്തിൽ പറയുവാൻ ഇടയായി തീർന്നു. എന്താണ് ഇതിൻ്റെ നമുക്കുള്ളതായ പ്രാവചനികമായിട്ട് എന്തെങ്കിലും ബൈബിൾ പരമായിട്ട് ഇതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രദേശത്ത് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായേ പറ്റുകയുള്ളൂ. നമുക്കറിയാം പലസ്തീനുകളെ മറ്റ് അയൽ രാജ്യങ്ങൾ പോലും എടുക്കാത്തതിൻ്റെ കാരണം അവരുടെ ചരിത്രപരമായ വിഷയമാണ്. അവർ എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ എടുക്കാത്തതിൻ്റെ കാരണം. നോക്കുക, ലോക രാജ്യങ്ങളെല്ലാം പോയതിന് ശേഷം അവിടെയെല്ലാം കോളേജ് ക്യാമ്പസുകളിലാണെങ്കിലും സ്ട്രീറ്റുകളിലാണെങ്കിലും എത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ ഒക്ടോബർ 7 ശേഷം ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെവിടെ പോയാലും ശല്യക്കാരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ സമാധാനം ഉണ്ടാകണം. അതായത് എൻ്റെ ഒരു വീക്ഷണമാണ്, ഇത് ബൈബിൾ പ്രകാരം വാക്യങ്ങൾ വെച്ച് തെളിയിക്കാനുള്ളതല്ല. നോക്കുക, അന്ത്യക്രിസ്തുവിൻ്റെതായ ഭരണത്തിന് വേണ്ടി വഴികളെ ഒരുക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. കാരണം ഇസ്രായേൽ ബാക്കിയുള്ള അയൽ രാജ്യങ്ങൾ ഇവരുമായിട്ടൊക്കെ ഒരു നല്ലൊരു പീസിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹമാസ് പോലെയുള്ളതായ ടെററിസ്റ്റുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നാൽ ഒരു കാരണവശാലും പീസ് അവിടെ നടക്കുകയില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു റീലൊക്കേഷൻ ഓഫറുകൾ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാവുന്ന നല്ല ഓഫറുകൾ കൊടുത്തതിന് ശേഷം ഏറ്റവും ഭംഗിയായ നിലയിൽ അമേരിക്കയുടെ ഒരു പപ്പറ്റിനെ, അമേരിക്കയുടെ ഒരു പാവയെ അവിടെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ച് ആ മേഖലകളിൽ സുരക്ഷിതത്വം ഉണ്ടാക്കുക, ഈ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കാര്യങ്ങളെല്ലാം നടന്നെങ്കിൽ മാത്രമേ യെരുശലേം ദേവാലയം പണിയപ്പെടുകയുള്ളൂ. യെരുശലേം ദേവാലയം പണിയപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പീസ് ആ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, അമേരിക്കയുടെ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാമത്തെ വരവിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സുപ്രീം കോടതി വരെ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുമ്പെന്നത്തെക്കാളും ശക്തനായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു ആകസ്മികമായ കാര്യമല്ല, ട്രംപിൻ്റെ വിടുവായത്വമല്ല, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സംഭവിക്കേണ്ട ചില ചരിത്രങ്ങളാണ്. വരുന്ന എപ്പിസോഡുകളിൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ കൂടുതലായി ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിന്തിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. God bless you.